കഴിഞ്ഞ ദിവസം കവിയും സാഹിത്യ അക്കാദമി ചെയർമാനുമായിട്ടുള്ള സച്ചിദാനന്ദന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതൊരു തുടർ ഭരണം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക ഒരു നരേറ്റീവ് ക്രിയേഷനാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷ് ഒരു അഭിപ്രായം പറയുന്നു. ഈ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് സാറാ ജോസഫ് രംഗത്ത് വരുന്നു. സച്ചിദാനന്ദൻ മാഷെ കൊണ്ട് ഇത് UDF പറയിപ്പിച്ചത് തന്നെയാണ്. PD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷത്തുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ UDF അനുകൂലമായ നിലപാടുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഊഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ആരുടെ തന്ത്രമാണ് എന്നുള്ളത്. നമസ്കാരം. LDF-ലെ ഘടകകക്ഷികളെയും മറ്റ് നേതാക്കന്മാരെയും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം കവിയും സാഹിത്യ അക്കാദമി ചെയർമാനുമായിട്ടുള്ള സച്ചിദാനന്ദന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതൊരു തുടർ ഭരണം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തനിക്കിപ്പോൾ പ്രായമായി 79 വയസ്സോളം അദ്ദേഹത്തിന് പ്രായമായിട്ടുണ്ട്. ഒരുപാട് നല്ല കവിതകളൊക്കെ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. ഏറെ ആദരണീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് പ്രായമായിരിക്കുന്നു, അപ്പം യുക്തിയും പ്രസംഗങ്ങളും ഒക്കെ താളം തെറ്റുന്നതായിട്ട് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെന്താണ് പറയുന്നത് എന്ന് അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പ്രായമായ ആളുകളുടെ അടുത്തൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപടി വിശ്വസിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക. ഇതിപ്പോൾ നമുക്ക് കെ സുധാകരൻ കോൺഗ്രസിൻ്റെ ഏറ്റവും നല്ലൊരു നേതാവാണ്. അപ്പോൾ ഈ കെ സുധാകരനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹത്തിന് ആരോഗ്യമൊക്കെ ഓക്കെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞാലും എക്സസൈസ് ചെയ്യുന്നതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാലും സംഭവിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും കോൺഗ്രസിന് തലവേദനയായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷക്ക് ഉള്ളത് എന്ന് നമ്മൾ കരുതേണ്ടി വരും. വളരെ ആദരണീയനായിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് എന്താണ്, UDF എങ്ങനെയും അധികാരത്തിലെത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിലൊരു നരേറ്റീവ് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഈ നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ചെയ്യുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലുമൊക്കെ ആളുകളെ UDF-ന്റെ ഭാഗമാക്കി കൊണ്ടുവരിക. അതല്ലെങ്കിൽ LDF ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ UDF അനുകൂലമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ആരെങ്കിലും LDF-ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. BJPയും അത് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക ഒരു നരേറ്റീവ് ക്രിയേഷനാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷ് ഒരു അഭിപ്രായം പറയുന്നു. ഈ അഭിപ്രായത്തെ പിന്തുണച്ചുകൊണ്ട് സാറാ ജോസഫ് രംഗത്ത് വരുന്നു. സാറാ ജോസഫ് നമുക്കറിയാം 2020 സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ഒരു ആളാണ്. ടീച്ചർക്കും ഒരുപാട് പ്രായമായി എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സമകാലീന വിഷയങ്ങളിലൊക്കെ ഇടപെടേണ്ടതുണ്ട്, അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട്. പക്ഷേ തങ്ങൾക്ക് ഉചിതമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെ വരുന്ന സമയത്ത് ഇടതുപക്ഷം മോശമുള്ള പക്ഷമാകുന്നു, അല്ലെങ്കിൽ വലതുപക്ഷം മോശപ്പെട്ട പക്ഷമാകുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. ഇപ്പൊ ആളുകളെ സംബന്ധിച്ചിട്ട് എതിർപ്പുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് എതിർപ്പുകൾ ഉയർന്നു വരുന്നത്. അതല്ലാണ്ട് ഇതൊരു സഹന സമരത്തിന്റെ ഭാഗമൊന്നും അല്ലല്ലോ ഇത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സച്ചിദാനന്ദൻ മാഷെ കൊണ്ട് ഇത് UDF പറയിപ്പിച്ചത് തന്നെയാണ്. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ PD സതീശൻ പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷത്തുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ UDF അനുകൂലമായ നിലപാടുകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഊഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് ആരുടെ തന്ത്രമാണ് എന്നുള്ളത്. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കുറേയധികം ആളുകൾ ഈ നിലവിലുള്ള ഭരണത്തിനെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് സെറ്റിംഗ് ആണ്. ആ ട്രെൻഡ് സെറ്റിംഗ് ഒക്കെ നടന്നുകൊള്ളട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ട്രെൻഡ് സെറ്റിങ്ങിനൊക്കെ അപ്പുറത്തേക്ക് ജനാധിപത്യത്തിൽ എന്താണ് സംഭവിക്കേണ്ടത്? ജനാധിപത്യത്തിൽ സംഭവിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ചയ്ക്ക് വരേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ് ചർച്ചയ്ക്ക് വരേണ്ടത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചർച്ചയാക്കാതെ ഈ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ സുരേഷ് നേരത്തെ VS അച്യുതാനന്ദന്റെ PS ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഗൾഫിലൊക്കെ പോയി ജോലിയൊക്കെ നോക്കിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ UDF സമീപിച്ചിട്ടതിന് ശേഷം ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, മലമ്പുഴയിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം സുരേഷ് അതിനോട് യാതൊരു തരത്തിലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതികരിച്ചിട്ടില്ല. ആലോചിച്ച് തീരുമാനിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത്. കാരണം സുരേഷ് ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവൊന്നുമല്ല ഈ പാലക്കാട് അല്ലെങ്കിൽ മലമ്പുഴയിൽ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VS അച്യുതാനന്ദൻ മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മലമ്പുഴ എന്ന് പറയുന്നത്. VS അച്യുതാനന്ദന്റെ കൂടെ ഒരു സന്തത സഹചാരിയായിരുന്നു ഈ സുരേഷ് എന്ന് പറയുന്നത്. കാരണം VS അച്യുതാനന്ദന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേഴ്സണൽ സ്റ്റാഫായിരുന്നു ഈ സുരേഷ് എന്ന് പറയുന്നത്. അപ്പോൾ VS അച്യുതാനന്ദന്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് അവിടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾക്കെതിരെ ഉള്ള ശക്തമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണിത്.
എ സുരേഷിനെ രാഷ്ട്രീയപരമായിട്ട് അവർ ചെയ്യുന്നത് ശരിയായിരിക്കാം. കാരണം എ സുരേഷ് CPM-ന്റെ അനുഭാവിയായിട്ടൊന്നും ഇപ്പോൾ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അംഗത്വമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടി വരും. പക്ഷേ എങ്കിൽ തന്നെയും അത് വലിയൊരു രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് നല്ലൊരു രാഷ്ട്രീയ നീക്കമാണ്. പക്ഷേ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അത് പരസ്യമായിട്ടൊന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിന് അത് നിലപാടെടുക്കാൻ ആയിട്ടുള്ള അവകാശം അദ്ദേഹത്തിന് തന്നെ ഉള്ളതാണ്. അതിനകത്തൊന്നും നമുക്ക് എതിർപ്പില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രായമായ ആളുകളുടെ അടുക്കൽ പോയിരുന്ന് അവരുടെ ബലഹീനതകളെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു അതിക്രമമാണത്. കാരണം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനകത്ത് വയലാർ രവി ജീവിച്ചിട്ടുണ്ട്. അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. കോൺഗ്രസിനെതിരെയൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയും. അതുപോലെ പ്രായമായിട്ട് ഇരിക്കുന്ന മുൻ DCC പ്രസിഡന്റുമാരൊക്കെ ഒരുപാടില്ലേ, KPCC ഭാരവാഹികളായിട്ടുള്ള ഒരുപാട് ആളുകളില്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ അടുക്കൽ ചെന്നിട്ട് അതല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ വലതുപക്ഷത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന സാംസ്കാരിക നായകന്മാരില്ലേ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, അപ്പോൾ അവരുടെയൊക്കെ അടുക്കൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ചതിന് ശേഷം അതൊരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിന് ഗുണകരമാണോ എന്നുള്ള കാര്യം UDF ചിന്തിക്കണം. ഞാൻ പറയട്ടെ, ഇടതുപക്ഷത്തെ നേരത്തെ അനുകൂലിച്ചുകൊണ്ടിരുന്ന നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ഇൻഫ്ലുവൻസസിനെ കൊണ്ടുപോവാ, അല്ലെങ്കിൽ സാഹിത്യകാരന്മാരെ കൊണ്ടുപോവാ. അതൊക്കെയാണെങ്കിൽ നല്ലതാണ്. അവർ അത് കൃത്യമായിട്ടൊരു കാര്യമാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പൊതുജനം ചർച്ച ചെയ്യട്ടെ. മറിച്ച് പ്രായമായ ആളുകളെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൂടാണ്ട് എ സുരേഷിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നിലപാട് കറക്റ്റാണ്. അദ്ദേഹത്തിനെ കോൺഗ്രസ് നേതൃത്വം സമീപിച്ചിരുന്നു. അദ്ദേഹം ഒന്ന് ഒളിച്ചു വെച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞാൻ ഇടതുപക്ഷം വിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ സഞ്ചരിച്ചിരുന്ന ഞാൻ ഇതാ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ സമീപിച്ചിരുന്നു. അതിനൊരു മാന്യതയുടെ മുഖമില്ല അതിനകത്ത്. പാലക്കാടുള്ള CPM നേതാക്കന്മാരാണ് തീരുമാനിക്കേണ്ടത് സുരേഷ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണോ, സുരേഷിന് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സുരേഷ് അവഗണന നേരിടുന്നുണ്ടോ എന്നൊക്കെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പാലക്കാടുള്ള CPM സഖാക്കന്മാരാണ്. അപ്പോൾ അവരത് ചെയ്യട്ടെ. അതിനുശേഷം എ സുരേഷ് ഒരു തീരുമാനം പ്രഖ്യാപിക്കട്ടെ. ആ സമയത്ത് അതൊരു വാർത്തയാവട്ടെ. അതിന് മുമ്പേ തന്നെ പ്രായമെത്തി നിൽക്കുന്ന സാഹിത്യകാരന്മാരെയും അതോടൊപ്പം തന്നെ മുൻകാല CPM നേതാക്കന്മാരെയും ഒക്കെ പോയി കണ്ട് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിപ്പിച്ച് അതൊരു നരേറ്റീവ് ആക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് UDF-ന് തിരിച്ചടിയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ട് VD സതീശൻ ഇനിയെങ്കിലും തയ്യാറാവണം. VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയിൽ VD സതീശൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതിനെക്കുറിച്ചല്ലേ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് അതിനപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നതോടുകൂടി VD സതീശന്റെ ജാഥയ്ക്ക് പ്രസക്തിയില്ലാണ്ടായി പോകത്തില്ലേ. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പുതുയുഗ യാത്രയ്ക്ക് വേണ്ടത്ര മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. വേണ്ട രീതിയിലുള്ളൊരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കണം. കാരണം ഇങ്ങനെയുള്ള ഈ സച്ചിദാനന്ദൻ മാഷിനെ പോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇടുന്ന സമയത്ത് അത് വലിയ പ്രശ്നമായിട്ട് പോകും. അതേസമയം വികസന മുന്നേറ്റ ജാഥയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ന്യൂസ് പ്രാധാന്യം കിട്ടുന്നുണ്ട് കേരളത്തിൽ. ഓരോ ദിവസവും ഫൈറ്റ് നടക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ജനങ്ങളുടെ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതികരണങ്ങളല്ല ഓരോ ദിവസവും നടത്തേണ്ടത്. അതിന് പകരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടിരിക്കുന്ന, ഞാനത് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഈ പ്രായമായിട്ടിരിക്കുന്ന സാഹിത്യകാരന്മാരെയൊക്കെ പോയി ഇങ്ങനെ നമ്മൾ പറയിപ്പിക്കുന്നത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുക. അതല്ല, കേരളത്തിലെ ഏതെങ്കിലും 20 മന്ത്രിമാരുണ്ട്. ഈ 20 മന്ത്രിമാരിൽ ആരെക്കുറിച്ചെങ്കിലും ഒക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉള്ളതെങ്കിൽ അത് ജനങ്ങളുമായിട്ട് സംവദിക്കുക. അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ വകുപ്പിന് ചെയ്യാൻ സാധിക്കുമായിരുന്ന ചില പദ്ധതികളെക്കുറിച്ച് അതെന്തുകൊണ്ട് നടപ്പിലായില്ല എന്നുള്ളതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയല്ലേ സംസാരിക്കേണ്ടത്. മറിച്ച് ഇത് ഇങ്ങനെ ഈ ഒരു വിഷയത്തെ മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയ രീതിയിൽ UDF-ന് തിരിച്ചടിയാകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാനായിട്ട്. കാരണം ട്രെൻഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേ രീതിയിലല്ല ട്രെൻഡ് സെറ്റ് ചെയ്യേണ്ടത്. കോൺഗ്രസ്സുകാർ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന്, ഉള്ളിയുടെ പേരിൽ ഭരണം നഷ്ടപ്പെട്ട ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്, അല്ലെ? ഉള്ളി വില കൂടിയതിന്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർക്കുക. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് വേണം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളോട് വോട്ട് ചോദിക്കാനും. മറിച്ച് ഇതുപോലെയുള്ള നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ കരിവള്ളൂർ മുരളിയെ പോലുള്ള ആളുകളൊക്കെ ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഈ സച്ചിദാനന്ദൻ മാഷിനെ നിയമിച്ചിരിക്കുന്നത് LDF ആണ്. ഒരുപക്ഷെ അദ്ദേഹം അത് രാജിവെച്ചിട്ടാണ് ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ
ഒരു കുറച്ചുകൂടി ഒരു സ്വീകാര്യത കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രായമായെന്നേ അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞേക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും യുക്തികളിലും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാതെ അതിനനുസരിച്ചിട്ട് വേണം അതിനെയൊക്കെ നോക്കിക്കാണാനായിട്ട്. അതുകൊണ്ട് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞു എന്ന് കരുതി ഇവിടെ ഒരു വലിയൊരു ട്രെൻഡ് മാറും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. LDF 3 വരണമോ വേണ്ടയോ എന്നുള്ളത് ജനങ്ങളുടെ തീരുമാനമാണ്. അതിനു വേണ്ടിയിട്ട് ആശയപരമായിട്ട് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് UDF ആവിഷ്കരിക്കേണ്ടത്. അതിനവർക്ക് സാധിക്കുമോ സാധിക്കില്ലയോ അതോ കുതന്ത്രത്തിലൂടെ ഈ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് മെനയുന്ന കുതന്ത്രത്തിലൂടെ വിജയം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും പരിപാടിയുമാണെങ്കിൽ അത് മിക്കവാറും പൊളിഞ്ഞ് പാളീഷ് ആവാനായിട്ടുള്ള സാധ്യതകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറുകളിലും എന്ന് വേണം നമുക്ക് പറയാനായിട്ട്.